DCC ഓഫീസിനു നേരെ കല്ലേറ് നടന്നതുകൂടാതെ ജില്ലയിൽ പലയിടത്തും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അക്രമ പരമ്പര. ബുധനാഴ്ച രാത്രിയിലും ബുധനാഴ്ച പുലർച്ചെയുമായാണ് സംഭവങ്ങൾ അരങ്ങേറിയത്. എല്ലാ സംഭവങ്ങൾക്ക് പിന്നിലും CPM ആണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ജില്ലയിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ പരക്കെ അക്രമം. കോടിയേരി കല്ലിൽത്താഴയിലെ പാറാൽ മണ്ഡലം കോൺഗ്രസ് ഓഫീസ് തീയിട്ട് നശിപ്പിച്ചു. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ഓഫീസ് ഭാഗികമായി കത്തി നശിച്ചു. TVയും മറ്റും നശിച്ചു. അഗ്നിശമന സേനയെത്തി തീ അണച്ചു. ന്യൂമാഹി പോലീസും സ്ഥലത്തെത്തി. CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഒരു തരത്തിലും അതിലൂടെ അടുത്തേക്ക് പോലും ആ പ്രവർത്തകന്മാർ എത്തിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ആക്രമിച്ചു എന്ന് തലശ്ശേരി MLA ഷംസീർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒത്താശയോടെ പിണറായി വിജയൻ്റെ ഫോൺ കോളോടെ ആശുപത്രിയിലേക്ക് വീണതാണ് നമ്മൾ കണ്ടത്. പിന്നീട് നമ്മൾ കാണുന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകരെയും അതുപോലെ കോൺഗ്രസിൻ്റെ ഓഫീസുകളും കുടിതോരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറി ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ്. അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ കല്ലിൽത്താഴയിലെ പ്രദേശത്ത് പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് ഇന്നലെ ഒരു 11 മണിയോടെ CPMൻ്റെ റൗഡി ഗ്യാങ് ഇവിടെ വന്ന് വാതിൽ പൊളിച്ചതിനകത്ത് കയറി തീയിട്ട് വലിയ ഒരു സംഭവം ഇവിടെ നടക്കാതിരുന്ന സന്ദർഭോചിതമായി ആളുകൾ ഇടപെട്ടതുകൊണ്ടാണ്. മാലൂരിലും കോൺഗ്രസ് ഓഫീസിന് നേരെ അക്രമം നടന്നു. മാലൂർ പട്ടാരിയിലെ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന്റെ ജനൽ ചില്ലുകളാണ് തകർത്തത്. തലശ്ശേരി കൊളശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസിനു മുന്നിൽ റീത്ത് വെച്ച നിലയിൽ കണ്ടെത്തി. കൊളശ്ശേരിയിലെ പ്രിയദർശിനി മന്ദിരത്തിനു മുന്നിലും കൊടിമരത്തിന് സമീപമാണ് റീത്ത് വെച്ചത്. പയ്യന്നൂർ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ മാത്തിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ അക്രമം നടന്നു. ജനൽ ചില്ലുകളും ഫർണിച്ചറുകളും അടിച്ചു തകർത്ത നിലയിലാണ്. അക്രമത്തിനു പിന്നിൽ CPM പ്രവർത്തകരെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.